അങ്ങനെ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ ഇങ്കു ആണെങ്കിൽ അങ്ങനെ പറയുന്നുണ്ടാകും, സുൻവോ വന്നേ പിന്നെയാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ ആയത്, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല ഞാനോട് ഒരു കാര്യം പറയാം, ലീത്തയും ഇപ്പം തന്നെ പൈസ ആയിട്ട് വരും, നമുക്ക് ആ പൈസയും കൊണ്ട് ഇവിടുന്ന് എവിടേക്കെങ്കിലും നമുക്ക് വിടാം, നമ്മൾ അറിയാത്ത എവിടെയെങ്കിലും സ്ഥലത്തേക്ക് നമുക്ക് വിടാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, ഞാൻ വരില്ല, ഞാൻ വന്നാലും നമുക്ക് ഹോപ്പില്ല, നമ്മളൊക്കെ എത്രയൊക്കെ രീതിക്ക് ജീവിച്ചാലും നമുക്ക് ലോട്ടറി അടിച്ചാൽ പോലും എൻ്റെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, ഇല്ലാടി ഞാനിനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, ഞാൻ നിന്നെ തല്ലില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. ഒരു പൊട്ടനെ പോലെയാണ് അവനിങ്ങനെ പറയുന്നത്. അപ്പോൾ അവളിങ്ങനെ പറയും, ഇല്ല എനിക്ക് എന്തായാലും നിൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ഭാവിയില്ല എന്നും പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ അവൻ മാക്സിമം പിടിച്ചു നിർത്തുന്നെങ്കിലും അവളാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അവൾ പോണതിൻ്റെ പുറകെ തന്നെ ഇവൻ നല്ല കരച്ചിലായിരിക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻമോനെയാണ്. സുൻമോ ആണെങ്കിൽ ഇവളിങ്ങനെ വിളിക്കും, ഇവളെ കാണാത്തതുകൊണ്ട് തന്നെ വിളിക്കുമ്പോൾ ഇവളാണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങി വരാടിക്കും. ആ ഒരു സമയത്ത് പെട്ടെന്ന് അവളാണെങ്കിൽ ആ ഒരു സ്റ്റെയറിൻ്റെ താഴെയാണെങ്കിൽ ഒളിച്ച് നിൽക്കട്ടോ. അപ്പോഴേക്കും ഇവളുടെ അടുത്തേക്ക് ആരോ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ സുൻമോനെയാണ്. അവളെ വിളിച്ചിട്ട് ഹെൻസോ ഫോൺ എടുക്കുന്നുണ്ടാവില്ലല്ലോ. ആ ഒരു സമയത്ത് തന്നെ എല്ലാവരും ഓടിപ്പോന്ന് കാണും. ഇവള് നോക്കുമ്പോൾ എന്താ ആരും ഇങ്ങനെ മരിച്ചെടുക്കുന്നു. അപ്പോൾ ഇവളോർക്കും ഹെൻസോ ആണെന്ന് ഓർത്തിട്ട് അവളുടെ അടുത്തോട്ട് പോകാൻ വേണ്ടി പോകുമ്പോൾ തന്നെ എന്താ ആ ഒരു ഡോക്ടർ കിമ്മ് വന്നിട്ട് ഡോക്ടർ സുൻമോ എന്നെ തടയൂട്ടോ. അപ്പോൾ സുൻമോ ഇങ്ങനെ പറയുന്നുണ്ടാകും, എന്നെ വിട്, ഞാൻ നോക്കുന്ന ആളാണെന്ന് എനിക്ക് അറിയണമെന്നും പറഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, അത് പെണ്ണല്ല അതൊരാണാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഷോക്കായി പോകും കേട്ടോ. അവളുടെ സ്കാർഫ് ഉണ്ടാക്കും അവിടെ. അപ്പോൾ അത് ഹെൻസോടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഇങ്കു ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ആ ഒരു വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നിർത്തിയിടും. ആ ഒരു സമയത്താണെങ്കിൽ ദാക്യുങ്ങി ഇവനെ കാത്തിരിക്കേണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ നേരെ വാഷ്റൂമിലോട്ട് വന്നിട്ട് ആ ഒരു കഴുത്തിലൊക്കെ നോക്കി നിൽക്കും. കഴുത്തിലൊക്കെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ദാക്യുങ് ആ കഴുത്തിൽ ചോര കണ്ടിട്ട് ചോദിക്കും, എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഒന്നും പറ്റില്ല എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു റൂമിൽ കയറിയിരിക്കും കേട്ടോ. റൂമിൽ കയറിയിരിക്കുമ്പോൾ അവൻ്റെ മോതിരം കാണില്ല. അപ്പം മോതിരം അവിടെ പോയി അവനിങ്ങനെ ആലോചിക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവോയ ആണെങ്കിൽ ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ തന്നെ കൊച്ചാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ കൊച്ചിങ്ങനെ പറയുന്നുണ്ടാകും, ഗോസാൻ സ്റ്റേഷനിൽ ഒരു ആത്മഹത്യ നടന്നിട്ടുണ്ട്, അവർക്ക് അവിടെ നിന്ന് വീണതിന് പകരം ട്രെയിനിൻ്റെ മുമ്പിലേക്ക് വീണാൽ പോരെ അല്ല അമ്മയെന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടാകും, നിനക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് അല്ലേ, നീ പഠിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്കത് സൂയിസൈഡ് ആയിട്ട് തോന്നല്ല, ആരോ കൊന്നതല്ലേ അമ്മയെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, നീ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാൻ നോക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ എന്നിട്ട് ഏറിയമാണെങ്കിൽ ആ ഒരു ന്യൂസ് കണ്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും, ഗോസാൻ സ്റ്റേഷനിൽ ആരും മരിച്ചിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞ് നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല, അവളെന്നും അവളുടെ ഹസ്ബൻഡ് അടുത്ത് പറയുന്ന പോലെ പറഞ്ഞു പോയതായിരിക്കും കേട്ടോ. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഓഫീസിൽ തന്നെയാണ്, കുടിയും തീറ്റയും ഉറക്കമൊക്കെ അവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവൻ നല്ല ഉറക്കമൊക്കെ ആയിരിക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഡാക്യോങ് ആണെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ഫോണിലൊക്കെ ആണെങ്കിൽ ആരോ വിളിക്കട്ടോ. അപ്പോൾ അവൾ ആദ്യം എടുക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ കട്ടാവും. അപ്പോൾ ഇവൾ തിരിഞ്ഞെടുക്കുമ്പോൾ പിന്നെയും കോള് വരും കേട്ടോ. അങ്ങനെ ഇവളാണെങ്കിൽ ആ ഫോണൊക്കെ എടുക്കുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവോ ആണെങ്കിൽ ആ ഒരു ഡോക്ടർ കിമ്മിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് അവളിങ്ങനെ പറയുന്നുണ്ടാകും, നീ എങ്ങനെയാണ് അവിടെ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, എനിക്കൊരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ അവനെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു, ആ ഒരു ലിത്തേയോനെ. അപ്പോൾ ലിത്തേയോ ആണെങ്കിൽ ഇതേപോലെ ഫോണിൽ ഞാൻ അവനൊന്ന് കൊല്ലും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് അവൻ പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അങ്ങനെ അവനെ ഫോളോ ചെയ്ത് വന്നപ്പോൾ ഞാൻ കാണുന്നത് ഇങ്ങനൊരു സംഭവമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ദാക്യോങ് ആണെങ്കിൽ അവനോട് ചോദിക്കുന്നുണ്ടാകും, നീ എപ്പോഴാണ് ഓഫീസ് കഴിഞ്ഞ് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും, ഞാൻ 12:30 ഓഫീസിൽ നിന്ന് ഇറങ്ങിയെന്ന് പറയും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് അറിയായിരിക്കും അവൻ 10:00 ഓഫീസിൽ നിന്ന് ഇറങ്ങിയോന്നുള്ളൊരു ഇൻഫർമേഷനൊക്കെ അവൾക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്തൊരു സംശയമാകും കേട്ടോ. എന്നിട്ട് അവളിങ്ങനെ പറയും, ഇങ്കു ആണല്ലേ മരിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ പറയും, നിനക്കതെങ്ങനെ അറിയാം ഇങ്കു ആണെന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ അവളിങ്ങനെ പറയും, പോലീസ് കുറച്ച് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെന്തോ ചോദ്യം ചെയ്യണമെന്നാ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ സുൻവോനെയും അതുപോലെ തന്നെ മറ്റവനെയാണ് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, അപ്പം നീ എന്താ വിചാരിക്കുന്നത്, ഞാനാണ് ഇങ്കുവിനെ കൊന്നേന്നാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പറയും, അതൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്നാലും എന്തൊക്കെയോ ഒരു സംഭവം ഉണ്ട്, അവൻ സൂയിസൈഡ് ചെയ്തതല്ല എന്നാണ് എൻ്റെ ഒരു ഇതെന്നൊക്കെ അവൻ ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ സുൻവോയുടെ ഫോണിലേക്കാണെങ്കിൽ ആരോ വിളിക്കും. അപ്പോൾ ഇവൾ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ആ ഒരു ഹെൻസോ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഹെൻസോ ഇങ്ങനെ പറയുന്നുണ്ടാകും, എനിക്കറിയില്ല, ഞാനല്ലത് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, ഹെൻസോ എന്തുണ്ടായെന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയും, ഞാൻ അവിടെ കാത്തിരുന്നപ്പോൾ ഇങ്കു അങ്ങോട്ട് വന്നു, ഇങ്കു അങ്ങോട്ട് വന്നിട്ട് ആ ഒരു പുള്ളിക്കാരനാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്കു എന്തേന്ന് ചോദിച്ചിട്ട്
ചോദിച്ചെന്നൊക്കെ പറയുമ്പോൾ അവൾ ചോദിക്കും ആരാന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ലിത്തയോ ആണ് എന്നോട് വന്നിട്ട് ഇങ്കി എവിടെയെന്ന് ചോദിച്ചത്, ലിത്തയോ ആണ് അവനെ കൊന്നേന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ലിത്തയോ ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കണതാണ്. എന്നിട്ട് നമ്മുടെ ആ ഒരു സുൻവോ അടുത്താണെങ്കിൽ ആ ഒരു കൂട്ടുകാരി ഇങ്ങനെ പറയുന്നുണ്ടാകും, നീ എന്നാലും അസോസിയേറ്റ് ഡയറക്ടറിൽ നിന്ന് നിന്നെ ഇറക്കിയിട്ട് ആ ഒരു ഡോക്ടർ കിമ്മിനായിട്ട്, ഡോക്ടർ കിം ആണെങ്കിൽ അവനിക്ക് വേണ്ടെന്നൊക്കെ പറയുന്നത്, എന്നാൽ ഇവരെന്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ അവളിങ്ങനെ പറയും, നിനക്ക് ഇത്രക്കും ഇതാണെങ്കിൽ നീ തന്നെ പോയി ചോദിക്കുക, നീ തന്നെ സംസാരിക്കുക, നിനക്ക് വേണമെങ്കിൽ അത് എടുത്തോളാനൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങും. ആ ഒരു സമയത്ത് തന്നെ അവളെ ഏറിമ വിളിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഏറിമ ഇങ്ങനെ ചോദിക്കും, എനിക്കൊരു കാര്യം പറയാനുണ്ട്, തിരക്കാണെന്ന് നോക്കുമ്പോൾ അവൾ പറയും ആ പറഞ്ഞോ എന്നൊക്കെ പറയുമ്പോൾ ഏറിമ പറയുന്നുണ്ടാകും അവിടെ പോലീസുകാർ വന്ന് അന്വേഷിച്ചു, അത് മാത്രമല്ല ആ ഒരു സ്കാർഫ് കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചപ്പോൾ നീ അത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ആ ഒരു പോലീസുകാരൻ അവളുടെ ക്യാബിനിൽ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം തന്നെ അവൾ പറയും ആ ഓക്കെ മാഡം ഞാൻ വിളിക്കാട്ടോ എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ എറിമിൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചോദിക്കും, പോലീസിനോട് നീ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ എറിമാണെങ്കിൽ ആ ഒരു ഡിവോഴ്സ് നോട്ടീസ് കൊടുക്കുന്നുണ്ടാവും കേട്ടോ, അത് ഒപ്പിട്, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇവനാണെങ്കിൽ അതും ഒപ്പിടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അവർക്ക് ഒരു സീലാണ് കേട്ടോ ഇടേണ്ടത്. അങ്ങനെ അവനാണെങ്കിലും മനസ്സോടെ തന്നെ ആ ഒരു സീലിടുമ്പോൾ തന്നെ അവനിങ്ങനെ പറയുന്നുണ്ടാകും, എടി എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യ, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും എന്നും പറഞ്ഞ് അവളാണെങ്കിൽ അതെടുത്ത് ഇറങ്ങും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ ചോദിക്കും, നീ എന്താ പോലീസിനടുത്ത് പറഞ്ഞത്, എന്ത് കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, എന്തായാലും എൻ്റെ കാര്യമില്ല സുൻവോയുടെ കാര്യമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ പോലീസുകാരാണെങ്കിൽ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, ശരിയാണ് ആ സ്കാർഫ് എൻ്റെയാണ്, ഞാനത് ഹെൻസോന് കൊടുത്തതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അതെങ്ങനെ അവിടെ വന്നെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടാകും, ഇനിയും ചോദ്യം ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും അതൊന്നും സാരില്ല, എപ്പോൾ വേണമെങ്കിലും വിളിച്ചു, ഞാൻ ഓക്കെ ആണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ആ ഒരു പോലീസുകാരൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും നോക്കി നിൽക്കണമായിരിക്കും. അപ്പോഴേക്കും അവിടുത്തെ ആ ഒരു ചീഫ് വന്നിട്ട് ചോദിക്കും, അവിടെ എന്താ പോലീസ് എന്ന് ചോദിക്കുമ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടാകും, ആ ഒരു ഗോസാൻ സ്റ്റേഷനിൽ നിന്ന് ആരോ വീണില്ലേ, അതിനെ സംബന്ധിച്ച് നമ്മുടെ സുൻവോ അടുത്ത് എന്തോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നാന്ന് പറയുമ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ട്, ഓ സുൻവോയുടെ കാര്യം പറഞ്ഞാൽ മൊത്തം പ്രശ്നങ്ങളാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ആ ഒരു കൂട്ടുകാരി പറയും എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ കൂട്ടുകാരി ഇങ്ങനെ പറയുന്നുണ്ടാകും, അസോസിയേറ്റ് ഡയറക്ടറിനെ ഇപ്പം ആക്കിയിട്ടില്ലല്ലോ, എന്നെ ആക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, നിന്നെ എങ്ങനെ ആക്കാനാന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും ഞാൻ ഇത്ര സീനിയർ അല്ലേ, ഞാനിവിടെ എത്ര വർഷം ഇവിടെ പണിയെടുക്കുന്നു, അതിനുള്ളൊരു യോഗ്യത എനിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ടാകും, പക്ഷേ നീ സിംഗിൾ അല്ലേ എന്ന് പറയുമ്പോൾ അവൾ പറയും പക്ഷേ ഡോക്ടർ കിം സിംഗിൾ അല്ലേ, അതിനെന്താ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അയാളിങ്ങനെ പറയുന്നുണ്ടാകും, ആണും പെണ്ണും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, അതാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, എനിക്കിപ്പോൾ മനസ്സിലായി നമ്മുടെ സുൻവോ ഇപ്പോൾ സിംഗിൾ ആയതുകൊണ്ട് തന്നെയല്ലേ, ഡിവോഴ്സ്ഡ് ആയതുകൊണ്ട് തന്നെയല്ലേ നിങ്ങളെപ്പോഴും സുൻവോയുടെ തലയിൽ കയറുന്നത്, ആ ഒരു പൈസക്ക് വേണ്ടിയിട്ട് സുൻവോയുടെ ആ ഒരു ഇത് മൊത്തം നിങ്ങൾ മറന്നു കളഞ്ഞില്ലേ, അവളെ നിങ്ങൾ ഡിഗ്രേഡ് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ നല്ല കട്ടക്കരപ്പിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സുൻവോ അടുത്ത് പറയും, എടി നമുക്കിവിടെ ഒന്നും ഒരു ഭാവിയില്ല ഈ ഒരു ഹോസ്പിറ്റലിൽ, നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങാം, നീ എന്തിനാ വെറുതെ ഡിവോഴ്സ് ചെയ്തെന്നും പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോരുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഹെൻസു ആണെങ്കിൽ ഇന്റർനെറ്റിൽ ഇതിനെ പറ്റിയൊക്കെ നോക്കുന്നുണ്ടാകും, അവളുടെ പേരെന്തെങ്കിലുമൊക്കെ വന്നോന്നൊക്കെ നോക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദാക്യുവിൻ്റെ അടുത്ത് അമ്മ ഇങ്ങനെ പറയുന്നുണ്ടാകും, എടി നീ വരുന്നില്ല മീറ്റിങ്ങിന് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവള് ഒന്നും മിണ്ടാണ്ട് നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ ഡ്രസ്സും കൊണ്ട് പോകുമ്പോൾ ഇവള് പറയും ഞാൻ കഴുകിക്കോളാന്നും പറഞ്ഞ് അവൾ നോക്കുമ്പോൾ എന്താ അതിൽ ചോരക്കറി ഉണ്ടാകും, പിന്നെ പോക്കറ്റിലാണെങ്കിൽ ഗോസാനിലുള്ളൊരു ടിക്കറ്റും ഉണ്ടാവും കേട്ടോ. അതൊക്കെ കാണുമ്പോൾ അവൾക്കാണെങ്കിൽ വല്ലാത്തൊരു ഷോക്കും വല്ലാത്തൊരു സങ്കടമൊക്കെ ആകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ലിത്യോനാണ്, അവനാണെങ്കിൽ ആ ഒരു ഓഫീസിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോരും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ യങ്ജുൻ അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവൻ്റെ കൂട്ടുകാരിങ്ങനെ പറയുന്നുണ്ടാകും, എടാ നിന്റെ അമ്മേനെ ആ ഒരു പോലീസ് ചോദ്യം ചെയ്തല്ലോ, എല്ലാവരും പറയുന്നത് നിന്റെ അമ്മയുടെ കാമുകനാണ് മരിച്ചതെന്നാണല്ലോ പറയണതെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കൂട്ടുകാരില്ലേ അവളിങ്ങനെ പറയുന്നുണ്ടാകും, നീ എന്നാലും എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെയൊന്നുമല്ല അവൻ്റെ അമ്മയുടെ പേഷ്യൻ്റാണ് അവിടെ മരിച്ചത്, അതുകൊണ്ട് ജസ്റ്റ് ഫോർമാലിറ്റിക്ക് ചോദ്യം ചെയ്താണെന്നൊക്കെ പറഞ്ഞ് അവനെ ചീത്ത പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ യങ്ജിന് ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം വന്നിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ അങ്ങടേക്ക് അച്ഛൻ വരും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെ പറയുന്നുണ്ടാകും, ആ ഒരു സുൻബോയും ആ ഒരു ചെറുക്കനും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട്, എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പറയും, ഏറിയുമൊക്കെ പറയും നിങ്ങളെന്താ അത് അറിയാണ്ട് പറയണത്, നമ്മൾ അറിയാത്ത കാര്യം പറയാൻ പാടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് നിൽക്കൂട്ടോ. ഇവർക്കാണെങ്കിൽ സുൻമോനെ പറ്റി പറയുന്നത് അങ്ങ് ഇഷ്ടപ്പെടില്ല, സുൻമോയുടെ കൂട്ടുകാരിക്കും ഈ എറിമിനും മറ്റാ ഒരു സീനിയറായിട്ടുള്ള പുള്ളിക്കാരത്തിക്കും. അപ്പോൾ ഇവളാണെങ്കിൽ ഇങ്ങനെ പറയും, എന്തായാലും ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, എല്ലാ കഥകളും ഞാൻ പറഞ്ഞു തരാം, ഇനിയിപ്പോൾ ഇത് ഓർത്തിട്ട് നിങ്ങൾ കഥകൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോരും കേട്ടോ. അപ്പോൾ അവളുടെ കൂട്ടുകാരിയും അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാകും. അങ്ങനെ അവർ പറയും നീ എന്തായാലും ചെയ്ത് നന്നായി, നമുക്ക് ഡ്രിങ്ക്സ് കുടിക്കാൻ പോവാന്നും പറഞ്ഞ് അവരങ്ങനെ കുടിക്കും. അങ്ങനെ യങ്ജുനാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ടിരിക്കുമ്പോൾ തന്നെ ലിത്തയെ ചോദിക്കുന്നുണ്ടാകും, എടാ
അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോവാറുണ്ടോ, എപ്പോഴാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും അമ്മ ഹോസ്പിറ്റലൊക്കെ പോകുന്നുണ്ട്, അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കണമെന്ന് ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും അമ്മയല്ലേ നിന്നെ നോക്കുന്നത്, അവൾ നിന്നെ നന്നായിട്ട് നോക്കണം എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചാന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും ശരിക്കും പറഞ്ഞ അച്ഛനല്ലേ അമ്മേനെ ചീറ്റ് ചെയ്തിട്ട് വേറെ പെണ്ണിൻ്റെ ഒപ്പം പോയത്, അത് മാത്രമല്ല അച്ഛൻ എന്തിനാ തിരിച്ചു വന്നത്, ഞങ്ങൾ എങ്ങനെയൊക്കെ ജീവിച്ചോളൂലേ, അച്ഛൻ ആദ്യം അച്ഛൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ നോക്ക്, എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോരുമ്പോൾ ഇവനാണെങ്കിൽ എന്തോ അടി കിട്ടിയ പോലെ ആയി പോകട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവോ ആണെങ്കിൽ ഹെൻസോരെ കാണാൻ വേണ്ടി പോയിക്കണായിരിക്കും. അപ്പൊ ഹെൻസോ ഇങ്ങനെ കാര്യം പറയും, ഇങ്ങോട്ട് ഞാൻ അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ അങ്ങടേക്ക് ലിത്തിയെ വന്നിട്ട് അവൻ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ലിത്തിയോടെ അടുത്ത് പറഞ്ഞു കൊടുത്തു മേലുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് അറിയുന്നത് ലിത്തിയോ ആണ് കൊന്നേന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ പറയും ലിത്തിയോ ആണെന്ന് നിനക്ക് ഇങ്ങനെ ഇത്ര ഉറപ്പുണ്ട്, അവനല്ലെങ്കിലോ എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും ഇല്ല ലിത്തിയോ തന്നെയാണ്, എനിക്ക് നല്ല ഉറപ്പാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അത് മാത്രമല്ല ലിത്തിയോടെ ആ ഒരു മോതിരം എൻ്റെ കയ്യിലുണ്ട്, പോലീസിന് ഇത് കാണിച്ചു കൊടുക്കാലോ, അവർക്കൊക്കെ പൈസ ഉള്ളതുകൊണ്ട് തന്നെ അവരൊന്നും ഞാൻ പറയണം കേൾക്കൂല, അതുകൊണ്ട് സുൻമോ നീ ഇത് പിടിച്ചിട്ട് നീ എനിക്ക് വേണ്ടിയിട്ടൊന്ന് ചെയ്യ് പ്ലീസ് എന്നൊക്കെ പറയുമ്പോൾ അവൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എന്താ ലിത്തിയോ പുറത്തുണ്ടാകും. അപ്പോൾ അവളിങ്ങനെ ചോദിക്കുന്നുണ്ടാകും നീ എന്തിനാ വന്നേന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഞാൻ കൊച്ചിൻ്റെ ഒപ്പം ഇങ്ങനെ ഡിന്നർ കഴിച്ചിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറയും നീ ഇത്ര ലേറ്റ് ആവണേന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും അതൊക്കെ ഉണ്ട് ഇതൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും നീ സത്യം പറ, നീയും ആ ഒരു ഇങ്കു മരിച്ചതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, നീ ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും എന്തേ നീ എന്നെ കൊലപാതകയാക്കണേണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും യങ്ജുനിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണേലും ചെയ്യും, അതുകൊണ്ട് നീ മര്യാദക്ക് സത്യം പറ എന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും അപ്പം നീയോ സത്യം പറ, നീ അന്നൊരു ദിവസം അവിടെ പോയതൊക്കെ ഹെൻസോ കണ്ടേക്കണേണ്, അതുകൊണ്ട് നീ പറ എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും ഒരിക്കലും ഞാനല്ല, ഞാൻ ചെന്നപ്പോഴേക്കും അവൻ അവിടെ വീണ് കിടന്നിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. ആ ഒരു സമയത്ത് ഏറിമൊക്കെ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവനാണെങ്കിൽ പറയും എന്നാൽ ശരി നീ യങ്ജുനെ ഓർത്തിട്ട് അതിൻ്റെ അനുസരിച്ച് നിൽക്കാനൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവളങ്ങനെ റൂമിലേക്ക് വരുമ്പോൾ യങ്ജുൻ ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കും എന്താ നീ ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും ആ ഒരാളെ അമ്മയാണോ കൊന്നേന്ന് ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും പിന്നെ ഞാനൊന്നും അല്ലാടാ എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു അത്, അപ്പോൾ ജസ്റ്റ് ഒന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും നമുക്ക് എന്താ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാത്തത്, സാധാരണ അമ്മമാരെ പോലെ എന്താ അമ്മക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റാത്തത്, എനിക്കല്ലെങ്കിലും ഇതൊക്കെ ആലോചിക്കുമ്പോൾ അല്ലാത്തൊരു പേടിയാന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഏറിയും ഉറക്കം കഴിഞ്ഞ് വരുമ്പോൾ എന്താ അവിടെയാണെങ്കിൽ അവളുടെ ഹസ്ബൻഡ് ഉണ്ടാകും. അപ്പോൾ അവളിങ്ങനെ ചോദിക്കും നീ എന്ത് ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും അയ്യോ ഡ്രൈവർ അഡ്രസ്സ് മാറി വന്നാന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ അവനോട് ചോദിക്കുന്നുണ്ടാകും നീ പണിക്ക് പോകണമെന്ന് ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും എനിക്ക് പണിക്ക് പോകണേക്ക് മുന്നേ സുൻവോടെ ഓഫീസിൽ ഒന്ന് കയറണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ സുൻവോട് അടുത്ത് നിന്ന് സംസാരിക്കണമായിരിക്കും. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും എൻ്റെ ഒരു കൂട്ടുകാരൻ പോലീസാണ്, അപ്പോൾ അവനാണ് എന്നോട് പറഞ്ഞത് ആ ഒരു സ്റ്റേഷനിൽ ഉച്ചക്ക് മുതലുള്ള ആ ഒരു CCTV ഫുട്ടേജ് ഒന്നും കാണാനില്ല, എന്തോ പറ്റിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഏറിമ പറയുന്നുണ്ടാകും ഒരു പക്ഷേ ആ ഒരു ചെയർമാൻ്റെ പണിയായിരിക്കും, പുള്ളിക്കാരൻ ഭയങ്കര റിച്ച് അല്ലേ, അതുകൊണ്ട് പുള്ളി അത് വിലക്ക് വാങ്ങിച്ചതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കൂട്ടോ. സുൻവോട് ഇത് സൂക്ഷിക്കാനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു ചെയർമാൻ ആണെങ്കിൽ CCTV അവിടെ നിന്ന് എടുത്തിട്ടുണ്ടാകും കേട്ടോ, അവർ പറഞ്ഞത് ശരിയായിരിക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ലിത്തയോയും അതേപോലെ തന്നെ ഡാക്യോങ് ആണെങ്കിൽ ഫുഡ് വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ആകെ ഇങ്ങനെ മൈൻഡ് ഔട്ടായിട്ടിരിക്കുമ്പോൾ അവളിങ്ങനെ ചോദിക്കും നിനക്ക് എന്താ പറ്റിയത്, നീ ഭയങ്കര ടെൻഷനിലേക്ക് കാണണമെന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയും ഇങ്കിയുടെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് ഭയങ്കര ടെൻഷൻ, അത് മാത്രമല്ല യങ്ജുനെ വീട്ടിലേക്ക് കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ അവളിങ്ങനെ പറയും ഞാൻ എപ്പോഴും നിന്നെ പറ്റി ചോദിക്കുമ്പോൾ നിനക്ക് യങ്ജുൻ നീ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഗോസാൻ സ്റ്റേഷനിലോട്ട് എന്തിനാ പോയത്, നിന്റെ ആ ഒരു ഡ്രസ്സിൽ ചോരക്കറ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ, നീ എന്താ എന്നോട് സത്യം പറയാത്തെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി വണ്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവനാണെങ്കിൽ അത് തടയോട്ടോ. എന്നിട്ട് പറയുന്നുണ്ടാകും എടി നീ വിചാരിക്കണ പോലെയൊന്നും അല്ല, ഞാനല്ല അതൊന്നും ചെയ്തത്, സത്യം പറയാലോ ഞാനൊന്നും അല്ല ചെയ്തത്, പിന്നെ അത് മാത്രമല്ല അവിടെ സുൻവോ ഉണ്ടായിരുന്നു, അവളാണെന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ. അവളെ ഞാൻ കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ അവൾ പറയും അതെന്താ സുൻവോ ആണെങ്കിൽ നീ പോലീസിൻ്റെ അടുത്ത് പറയാൻ പറയുമ്പോൾ അവൻ പറയും അതെങ്ങനെ ഞാൻ പറയാനാ, യങ്ജുവിൻ്റെ അമ്മയല്ലേ ഞാൻ എങ്ങനെ അങ്ങനെ പറയണേന്നൊക്കെ പറയും. അവൾ പറയും നീ എന്നെ വിശ്വസിപ്പിക്ക്, നീ അല്ല ചെയ്തെന്നുള്ള കാര്യം എന്നൊക്കെ പറയൂട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ ഡ്യൂട്ടിക്ക് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ടാകും. അപ്പോൾ ഈ ഒരു ഹെൻസോ അവളെ ഫോളോ ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ചെയർമാനും അതേപോലെ തന്നെ ആ ഒരു ഡോക്ടർ കിമ്മും സംസാരിക്കണമായിരിക്കും. അപ്പോൾ ഡോക്ടർ കിം ഇങ്ങനെ പറയുന്നുണ്ടാകും നിങ്ങൾ സുൻവോനെ ഫോളോ ചെയ്യുന്നുണ്ടല്ലേ, എന്തിനു നിങ്ങൾ ഫോളോ ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും അതെങ്ങനെ നിനക്ക് മനസ്സിലായെന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അങ്ങടേക്കാണെങ്കിൽ സുൻവോ വരും. അപ്പോൾ ഈ ഒരു ഹെൻസോ നോക്കുമ്പോൾ എന്താ ഈ ഒരു സുൻവോ ആണെങ്കിൽ ചെയർമാൻ്റെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കണമായിരിക്കും. അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും ശരിക്കും പറഞ്ഞാൽ ഞാനും അതേപോലെ തന്നെ ലിത്തയും ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും നിരപരാധികളാണ്, അവൻ തന്നെ സൂയിസൈഡ് ചെയ്താണ്, അങ്ങനെ തീർക്കണം, അല്ലാതെ പറ്റില്ല, എന്നെ
കൊലയാളിയാക്കാനാണല്ലോ നിങ്ങളുടെ ഭാവം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ലിത്തയോനെയാണ്. ലിത്തയോ ആണെങ്കിൽ ആ ഒരു ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ അവൻ്റെ അടുത്തേക്ക് പോലീസുകാരൊക്കെ വരും അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഹെൻസോനെയാണ്. ഹെൻസോ ആണെങ്കിൽ സുൻമുനെ വിളിച്ചിട്ട് പറയുന്നുണ്ടാകും, നീ എന്നെ സഹായിക്കാൻ നിൽക്കണ്ട, എൻ്റെ കാര്യം ഞാൻ തന്നെ സെറ്റിലാക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ ആ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ദാക്യോങ്ങിനെ വിളിക്കുമ്പോൾ ദാക്യോങ് ഫോൺ എടുക്കില്ല. ആ ഒരു അമ്മായപ്പനെ വിളിക്കുമ്പോഴും അമ്മായപ്പൻ ഫോൺ എടുക്കില്ല കേട്ടോ. അപ്പോൾ അമ്മായപ്പൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, നിൻ്റെ ആ ഒരു പ്ലാൻ വർക്കൗട്ട് ആയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സുൻബോടത്ത് പറഞ്ഞ് നിൽക്കും. അപ്പോൾ ഇതോടെയാണ് എപ്പിസോഡ് 11 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.